ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്ട്രോബെറി എടുത്ത് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ നമ്മുടെ ഓറഞ്ചും ഞാൻ റൗണ്ട് ഷേപ്പിൽ ഒരുപാട് കട്ട് ചെയ്യില്ലാണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂസാമ്പി കണക്കത്തെ ഓറഞ്ച് കേട്ടോ, അതും എടുത്തു. പിന്നെ നമ്മുടെ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നാരങ്ങയും ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ സ്ട്രോബെറി, ഓറഞ്ച്, നാരങ്ങ, പിന്നെ ഞാൻ ഒരു 1-2 പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിളും പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുപ്പിയിലോട്ട് നമുക്ക് ഓറഞ്ച്, പിന്നെ സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുത്തു. കുറേശ്ശായിട്ട് ലെയറായിട്ടാണ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്യാമറമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ ഞാൻ കയ്യിൽ വെച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെയാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കുഞ്ഞുങ്ങൾ ഓടി വന്ന് തട്ടിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് ലക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലക്കി മോളാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നത്. പൊന്നൂസ് ഉള്ള സമയത്ത് പൊന്നൂസും എടുത്തു തരാറുണ്ട്. അപ്പോൾ അവളാണ് ഇങ്ങനെയൊക്കെ സ്ലോ മോഷനിലൊക്കെ എടുത്ത് എനിക്ക് വീഡിയോ തന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് മാറ്ററിലേക്ക് വരാം. അപ്പോൾ ഓറഞ്ച്, സ്ട്രോബെറി, പിന്നെ 2-3 പീസ് പൈനാപ്പിൾ, പിന്നെ നമ്മുടെ ലെമൺ, പിന്നെ നമ്മുടെ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ പഞ്ചസാര. ഇതിൽ ഞാൻ പഞ്ചസാര ഇട്ടോ, മറ്റേതിൽ നമ്മൾ ശർക്കര ഇട്ടു, ഇതിൽ പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഇട്ടിട്ട് ഞാൻ പറഞ്ഞ ലെയറായിട്ട് വേണം നമ്മളിതിടാൻ. നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഇതിലേക്കും നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ പഞ്ചസാര നമ്മൾ അലിയിച്ചല്ലല്ലോ എടുത്തത്, അതുകൊണ്ട് അത് അലിഞ്ഞ് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അതൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ഇളക്കി വന്നാലേ പഞ്ചസാര അലിയത്തുള്ളൂ, ആ തരിതരിയായിട്ട് കിടക്കുന്നത് കൊണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട പട്ട 2-3 പട്ട അതിലേക്ക് കട്ട് ചെയ്ത്, അതായത് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രാമ്പു ഒരു 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈൻ ഇടുമ്പോഴും ഇതേ സാധനങ്ങളൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് ഈസ്റ്റ് ഇടും. ഇതിനകത്ത് ഈസ്റ്റും ഗോതമ്പും ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ വീണ്ടും കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ പിടിച്ചിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ അല്ല, ക്യാമറ കുട്ടി ലക്കി. അപ്പോൾ ലക്കിയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഈ 2 സാധനങ്ങളും ഇനി ഒരു 3-4 ദിവസം ഇരുന്നതിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ എടുത്ത വീഡിയോ നമ്മൾ അടുത്തതിൽ അപ്ലോഡ് ചെയ്യാം.